നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു പറ്റിയ അഭിപ്രായം പറയാൻ മാത്രം നമുക്കില്ല. തമിഴ് സിനിമയുടെ ഒരു ചരിത്രമല്ലേ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായും അത് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ എത്ര ക്വാളിറ്റി ആയിട്ട് കാണാൻ പറ്റുക ഒരു വലിയ ഭാഗ്യമാണ്. നന്നായിട്ട് നല്ല പ്രിന്റാണ്. നല്ല സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ഗാങ്സ്റ്റർ ചിത്രമാണല്ലേ ഇതൊക്കെ? ഒരു പ്രചോദനമായിരുന്നു സിനിമ ജീവിതത്തിൽ. തീർച്ചയായിട്ടും പറയേണ്ട കാര്യമില്ല. മണിരത്നം എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ഏറ്റവും നല്ല വർക്കാണ്. അദ്ദേഹത്തെ ഒരു സൂപ്പർ സംവിധായകന് നമുക്ക് കിട്ടിയ സിനിമയാണ്. പിന്നെ 2 ലെജൻസ് ഒന്നിച്ചിട്ടുള്ള സിനിമയാണ്. അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇത്ര ഈ ക്വാളിറ്റിയിൽ കാണാൻ പറ്റുക എന്ന് പറയുന്നൊരു വലിയ കാര്യമാണ്. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് 87 ഇറങ്ങിയ സമയത്ത് സിനിമ കാണാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അന്ന് കണ്ടത് പിന്നെ നമ്മൾ പലതവണ ടി വിയിലൊക്കെ കാണുമല്ലോ. പക്ഷേ ഇത് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അനുഭവമാണ്. ഈ സിനിമയും ഗോഡ് ഫാദറും തമ്മിൽ എപ്പോഴും കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? കമ്പയർ ചെയ്യാൻ തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഗോഡ് ഫാദറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അതായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. അല്ലാതെ പോലീസ് ഓഫീസറുടെ ഒരു ഇൻസിഡൻറ്റ് മാത്രമേ ഉള്ളൂ ഡയറക്റ്റായിട്ട് എടുത്തുള്ള ഒരു കാര്യം. ബാക്കിയുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ ടൈമിൽ വേലുനായകറിനെ മണി സാറിന് ഡയറക്റ്റ് കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. അതെ, അന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നെ അന്ന് നമ്മൾ ഇത്രയും ഡെപ്തിലൊന്നും അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല. സിനിമ കാണുക, എൻജോയ് ചെയ്യാൻ പറ്റും. അതെ. ഈ ഫിസിസ്റ്ററാമിന്റെ ഒരു ലൈറ്റിംഗ് പാറ്റേൺ ആണല്ലോ സിനിമയുടെ അകത്ത്. അതെ. ഏറ്റവും അധികം ഷാഡോസ് യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ അന്ന് കാണുമ്പോൾ അതെ ക്ലെയർ ഒന്നും ഇങ്ങനെ അന്നൊന്നും ക്ലെയർ ഇങ്ങനെ യൂസ് ചെയ്യില്ല. ക്ലെയറിൽ ഇതുപോലെ ഷാഡോസിൽ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെ അപൂർവമാണ്. അന്ന് വളരെ പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. പി.സി. ശ്രീറാം എന്ന് പറയുന്ന ഒരു സിനിമോട്ടോഗ്രാഫറെ നമ്മൾ ആദ്യമായിട്ട് അടുത്തറിയുന്ന ഈ സിനിമയിൽ കൂടെയാണ്. അദ്ദേഹമാണല്ലോ പിന്നെ ഒരുപാട് സിനിമകൾ. പിന്നെ പി.സി. ശ്രീറാം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു മാർക്കാണ്. നാഷണൽ അവാർഡ് ആയിരുന്നു. ഇതില് കമലഹാസൻ മേക്കപ്പിന് കൊടുന്നുള്ള ഒരു പ്രൊസഷൻ ഉണ്ടല്ലോ. അതായത് വെപ്പ് താടികൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നാച്ചുറൽ താടി. അത് ശരിക്കും നമ്മളിപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യം തന്നെയല്ലേ മേക്കപ്പിൽ? തീർച്ചയായിട്ടും. അതല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ പാലിക്കുന്നുണ്ട്. ഇപ്പോഴാണ് പാലിക്കുന്നത്. അന്ന് ഇതിന് തുടക്കമിട്ട് എനിക്ക് തോന്നുന്നു ഈ സിനിമകളൊക്കെയാണ് അന്ന് ഇതിന് തുടക്കമിട്ടത്. ഇപ്പോൾ ആൾക്കാർ കുറേ കൂടെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് അക്കാര്യം. ഇതിൽ അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാത്രമല്ല, ബോഡി ലാംഗ്വേജ് എല്ലാം അദ്ദേഹത്തിന് ഈ കാലം മാറുന്നതനുസരിച്ചുള്ള ബോഡി ലാംഗ്വേജിൻ്റെ മാറ്റം എന്ന് പറയുന്നത് വളരെ എക്സലൻ്റ് ആണ്. അത് നമ്മൾ പറയാൻ തന്നെ നമുക്കുള്ള യോഗ്യത ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതെ, നല്ല വിഷ്വൽ നന്നായിട്ടുണ്ട്. സൗണ്ട് ഈസ് ഫാർ ബെറ്റർ. വളരെ ഗംഭീരമായിട്ടുണ്ട് സൗണ്ട്. പുതിയ സിനിമ കാണുന്ന പോലെ തന്നെയാണ് കണ്ടത്. വളരെ നല്ല ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. നമുക്ക് മറക്കാൻ പറ്റാത്ത, ജീവിതത്തിൽ അപൂർവമായിട്ട് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് ഈ സിനിമ എന്ന് വിചാരിക്കും. വീണ്ടും മസ്റ്റ് വാച്ച്.